കോഴിക്കോട് കൊടിയത്തൂരിൽ നിരവധി മൃഗങ്ങളെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പൂക്കോട് വെറ്റിനറി ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ കണ്ടെത്തിയത്. കൊടിയത്തൂർ കരിക്കാട് മേഖലയിലെ നിരവധി വളർത്തുമൃഗങ്ങളെ കഴിഞ്ഞ ദിവസം നായ കടിച്ചിരുന്നു. പ്രദേശത്ത് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി രമ്യാദാസ് ചേർന്നു. രമ്യ, ഈ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നായ നിരവധി മൃഗങ്ങളെ കടിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യരംഗത്തുള്ള ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ രമ്യാദാസ്. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ കോഴിക്കോട് കൊടിയത്തൂരില് നിരവധി മൃഗങ്ങളെ കടിച്ച രീതിയിലൊരു നായയെ കാണുന്നത്. അതായത് ആ പ്രദേശത്ത് ഒരു പശുവിനെ കടിച്ചപ്പോഴാണ് ഇത് ആളുകളേക്ക് കൂടുതലായിട്ട് ഈ നായ കടിച്ച വിവരം അറിയുന്നത്. തുടർന്നാണ് പിന്നീട് ഈ നായയെ ചത്തുനിലയിലും കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ഈ പേവിഷബാധ സംശയം തോന്നിയ നാട്ടുകാരും ആരോഗ്യവകുപ്പും ഈ പരിശോധനയ്ക്ക് അയച്ചത്. ഈ പരിശോധനയുടെ റിസൾട്ട് ഈ വയനാട് പൂക്കോട് വെറ്റിനറി ക്ലിനിക്കിലാണ് പരിശോധന നടത്തിയത്. ഇതിന്റെ റിസൾട്ടാണ് ഇന്ന് വന്നത്. ഈ റിസൾട്ടിലാണ് ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതോടെയാണ് ഈ പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ ഈ നായ കടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. പശു ഉൾപ്പെടെ മൃഗങ്ങളെയെല്ലാം വളർത്തുന്ന നായകൾ ഉൾപ്പെടെയെല്ലാം ഈ നായ കടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കടുത്ത ജാഗ്രതയാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും പ്രദേശത്ത് നൽകിയിട്ടുള്ളത്. രമ്യ, ഒരു കാര്യം കൂടി, ഈ നിരവധി മൃഗങ്ങളെ കടിച്ച ഈ നായ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? അതോ അത് ഏത് മേഖലയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതിനെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ രമ്യ? വിനോദ്, ഈ കൊടിയത്തൂരിൽ കരിക്കാട് മേഖലയിലാണ് ഈ നായയെ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെല്ലാം കടിക്കുന്ന രീതിയിൽ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ നായ വളർത്തുമൃഗങ്ങളെ കടിക്കുന്നതായി ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഒരു പശുവിനെ കടിച്ചതിനു ശേഷം ഈ നായ പിന്നീട് വൈകിട്ടോടുകൂടി ചത്ത നിലയിൽ കാണുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സംശയം തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ നായയുടെ പരിശോധനാ ഫലം നടത്തുന്നത്. ആ പരിശോധനാ ഫലമാണ് ഇന്ന് വന്നത്. ഇതിലാണ് ഈ നായയ്ക്ക് പേവിഷബാധയുടെ സ്ഥിരീകരണം വരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രമ്യദാസ് വളരെ വ്യക്തമാണ്. നിരവധി മൃഗങ്ങളെ കടിച്ച നായ, ആ നായയുടെ പരിശോധനയിലാണ് അതിന് പേവിഷബാധ കണ്ടെത്തുന്നത്. ആ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു.